ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതല്ലാതെ മറ്റേത് രീതിയിലാ അവള് സിദ്ധുവിനോടുള്ള ആത്മാർത്ഥത തെളിയിക്കേണ്ടത്? അമ്മ തന്നെ അത് പറ അമ്മേ. ജാനകി, നീ അന്ധമായി ദേവികയെ വിശ്വസിക്കുന്നതുകൊണ്ടാ ഇവള് ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നീ ഇവളെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് ഇവള് കാണിച്ച ഉത്തരവാദിത്വ കുറവിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ മതിയാവും. ഇന്നു മുതൽ ഈ വീട്ടിൽ ഞാൻ പറയുന്ന സകല ജോലികളും എന്നെ അനുസരിച്ച് ഇവള് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഇവൾക്ക് സിദ്ധുവിനോടും ഈ കുടുംബത്തോടും ആത്മാർത്ഥതയില്ലെന്നർത്ഥം. ചേച്ചി എന്റെ അല്ലേ വെല്ലുവിളി സ്വീകരിക്കണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. ചേച്ചിയുടെ ഉദ്ദേശശുദ്ധി നമുക്ക് ഒരുമിച്ച് തന്നെ തെളിയിക്കാം. ചേച്ചിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ സഹായിക്കാം. ഇതെനിക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഗോപു. ഇത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇതിലെനിക്ക് ആരുടെ സഹായം വേണ്ട. പക്ഷേ അവസാനം സത്യം മാത്രമേ ജയിക്കൂ, അതെനിക്ക് ഉറപ്പുണ്ട്. എന്റെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനും കുട്ടനെ രക്ഷിക്കാനും ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുത്തശ്ശി നൽകുന്ന എന്ത് ശിക്ഷയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എങ്കിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ആദ്യം പൂർത്തിയാക്ക്. വീട് മുഴുവൻ തുടയ്ക്കണം. അമ്മേ, ഇത് അന്യായോ? ദേവികയോട് ഇത്രയും ക്രൂരത ദേവി ചെയ്ത് അമ്മ കാണിക്കരുത്. ഇതേ അന്യായമൊന്നുമല്ല. ജാനകിക്ക് ദേവികയോടുള്ള അന്ധമായ വിശ്വാസം മാറ്റിയെടുക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ആ, ഞാൻ പറഞ്ഞത് നീ ചെയ്യ. വാ മാലാഖേ, നമുക്ക് പോവാം.